ഹായ്, 4ാം ക്ലാസ്സിലെ എല്ലാ കൊച്ചു കൂട്ടുകാർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, നമുക്ക് പുതിയ ടെക്സ്റ്റ് ബുക്കാണല്ലേ ഇപ്രാവശ്യം പഠിക്കാനുള്ളത്. നമുക്ക് ഇംഗ്ലീഷിലെ ഫസ്റ്റ് യൂണിറ്റ് ഏതാണെന്ന് നോക്കിയാലോ. ഫസ്റ്റ് യൂണിറ്റ് ഏതാണ്? ബിയോണ്ട് ഫിയർ എന്നുള്ളതാണല്ലേ. ബിയോണ്ട് ഫിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, ഭയത്തിനും അപ്പുറം. ഫിയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലേ എന്താണ്? യെസ്, ഭയം. അപ്പം ബിയോണ്ട് ഫിയർ എന്ന് പറഞ്ഞാൽ ഭയത്തിനും അപ്പുറം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുടെ പുതിയ സിലബസ് പ്രകാരമുള്ള ന്യൂ ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ കൂട്ടുകാരെ, നമ്മുടെ ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് എന്താണ് നൽകിയിട്ടുള്ളത്? യെസ്, ഒരു പിക്ചർ ആണല്ലേ. ഇത് എന്തിൻ്റെ പിക്ചറാണ്? യെസ്, നമ്മുടെ ഇപ്പോഴത്തെ ക്ലൈമറ്റുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള പിക്ചർ എന്താണ്? റെയിനി ആണല്ലേ, അതായത് മഴയാണ്. ഒരുപാട് ആളുകൾ കുറച്ച് പേര് കൊടയൊക്കെ എടുത്ത് പോകുന്നുണ്ട്. ചിലർ മഴ നനഞ്ഞു പോകുന്നുണ്ട്. ഇത് നോക്കൂ, വെഹിക്കിൾസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു കുട്ടി, നിങ്ങളുടെ ഏജിലുള്ളൊരു കുട്ടിയാണ് അല്ലേ. ആ കുട്ടി എന്താ കൂട്ടുകാരെ ചെയ്യുന്നത്? എന്താണ്, ഒരു മരം മഴയത്തും കാറ്റിലൊക്കെ വീണ് കിടക്കുന്നുണ്ടല്ലേ. അപ്പോൾ ആ മരം എന്ത് ചെയ്യാൻ നോക്കുകയാണ്? അവൻ പുഷ് ചെയ്യുകയാണല്ലേ, തള്ളുകയാണ്. അപ്പോൾ എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ലല്ലേ. അവൻ ഒറ്റയ്ക്ക് അത് പുഷ് ചെയ്താൽ ആ മരം അവിടെ നിന്ന് നീങ്ങുമോ? ഇല്ല. എന്നാലും അവൻ എന്ത് ചെയ്യാണ്? അവൻ വളരെ ധൈര്യമുള്ള കുട്ടിയാണല്ലേ. അവൻ എന്ത് ചെയ്യണം? ഒറ്റയ്ക്ക് ആ മരത്തെ തള്ളി റോഡിൽ നിന്ന് മാറ്റിയിടാൻ നോക്കുകയാണ്. ഓക്കെ, നോക്കൂ കൂട്ടുകാരെ, നമുക്ക് ഇവിടെ താഴെ എന്താ നൽകിയിട്ടുള്ളത്? യെസ്, മഹാത്മാഗാന്ധിയുടെ ഒരു കോട്ട് നൽകിയിട്ടുണ്ടല്ലേ. നോക്കിയാലോ നമുക്ക്. എ ട്രൂ ഹീറോ ഈസ് നോട്ട് ഡിഫൈൻഡ് ബൈ ദെയർ സ്ട്രെങ്ത് ബട്ട് ബൈ ദെയർ എബിലിറ്റി ടു ഇൻസ്പയർ ആൻഡ് ലീഡ് അതേഴ്സ്. എന്താ പറയുന്നത്? ഒരു യഥാർത്ഥ ഹീറോ നോട്ട് ഡിഫൈൻഡ് ബൈ ദെയർ സ്ട്രെങ്ത്, അവരുടെ സ്ട്രെങ്ത് കൊണ്ടല്ല ഡിഫൈൻ ചെയ്യുന്നത്. ഒരു യഥാർത്ഥ ഹീറോ എന്തിൻ്റെ അടിസ്ഥാനത്തിലല്ല? ശക്തിയുടെ അടിസ്ഥാനത്തിലല്ല, ബട്ട് ബൈ ദെയർ എബിലിറ്റി ടു ഇൻസ്പയർ ആൻഡ് ലീഡ് അതേഴ്സ്. മറ്റുള്ളവരെ നയിക്കുക അല്ലേ. എബിലിറ്റി, കഴിവ്. ടു ഇൻസ്പയർ, അവരെ മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യാനുള്ള കഴിവിനെയും അതുപോലെ തന്നെ അവരെ നയിക്കാനുള്ള അവരുടെ കഴിവിനെയും അടിസ്ഥാനമാക്കിയിട്ടാണ് ഒരു ട്രൂ ഹീറോ എന്ന് പറയുന്നത്. അപ്പം എന്താണ് പറയുന്നത്? ഒരു യഥാർത്ഥ ഹീറോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ശക്തി കൊണ്ടല്ല, ഒരു യഥാർത്ഥ ഹീറോൻ ശക്തി കൊണ്ടല്ല ഡിഫൈൻ ചെയ്യുന്നത്. പിന്നെ എന്തുകൊണ്ടാണ്? യെസ്, ബട്ട് ബൈ ദയർ എബിലിറ്റി ടു ഇൻസ്പയർ ആൻഡ് ലീഡ് അതേഴ്സ്, അതായത് മറിച്ച് മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുവാനും നയിക്കുവാനുമുള്ള കഴിവുകൊണ്ടാണ് നിർവചിക്കപ്പെടുന്നത്, ഡിഫൈൻ ചെയ്യപ്പെടുന്നത്. മഹാത്മാഗാന്ധിയുടെ കോട്ടാണ് നമ്മളിപ്പോൾ വായിച്ചത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കൂ, ഡോർവേ. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ്. താഴെ നമുക്കിവിടെ കുറേ ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട് അല്ലേ. എന്തൊക്കെയാണ് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നത്? ഫസ്റ്റ് പിക്ചർ നോക്കിക്കാൻ നമുക്ക് അതിൽ ആരെ കാണാൻ സാധിക്കുന്നത്? യെസ്, മഹാത്മാഗാന്ധിയാണ് അല്ലേ. നെക്സ്റ്റ് നോക്കൂ, ഈ പിക്ചറിൽ എന്താണ്? യെസ്, നമ്മൾ വെള്ളപ്പൊക്ക സമയത്ത് എന്താണ് ഒരാൾ വൃദ്ധനെ രക്ഷിക്കുന്ന ഒരു ചിത്രമാണ് അല്ലേ. ഇവിടെ നോക്കൂ, യെസ്, ഒരു കുട്ടിയെ രക്ഷിക്കുന്ന ചിത്രമാണ്. ദെൻ നെക്സ്റ്റ് ഫാർമറിൻ്റെ ചിത്രം നൽകിയിട്ടുണ്ട്. ദെൻ മദർ തെരേസ, ഒരു ഫാമിലി. ഇവിടെയൊക്കെ എന്താണ്? ഹെൽപ്പ് ചെയ്യണല്ലേ. ഇവരൊക്കെ എന്താണ്? ഹെൽപ്പ് ചെയ്യുന്നൊരു പിക്ചറാണ് നമുക്കിവിടെ നൽകിയിട്ടുള്ളത്. അതായത് ഇവരൊക്കെ ആരാണ് നമുക്ക് മനസ്സിലായി. ഇവരൊക്കെ എന്താണ്? ഹീറോസ് ആണല്ലേ, ഓരോരോ ഹീറോസ് ആണ്. ഓക്കെ, നോക്കൂ, ദെൻ ക്വസ്റ്റ്യൻസ് നോക്കൂ. വൈ ഡു വി റിമെമ്പർ ദം ആസ് ഹീറോസ്? ഇവരെയൊക്കെ നമ്മൾ ഹീറോസ് ആയിട്ട് ഓർമ്മിക്കുവാനുള്ള കാരണം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ്? ദെൻ വാട്ട് സ്പെഷ്യൽ ക്വാളിറ്റീസ് മേക്ക് ദം ഹീറോസ്? എന്തൊക്കെ സ്പെഷ്യൽ ക്വാളിറ്റീസ് ആണ് അവരെ ഹീറോസ് ആക്കി മാറ്റിയതെന്നും ചോദിച്ചിട്ടുണ്ട് അല്ലേ. ഓക്കെ, നമുക്കപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ നോക്കാം. എന്താണ്? വൈ ഡു വി റിമെമ്പർ ദം ആസ് ഹീറോസ്? എന്തുകൊണ്ടാണ് നമ്മൾ അവരെ ഹീറോസ് ആയിട്ട് റിമെമ്പർ ചെയ്യുന്നത്, ഓർമ്മിക്കുന്നത് എന്നാണ് അല്ലേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് ആൻസർ എഴുതാം. They remind us a proud of legacy of service and sacrifice. എന്താണ്? They remind us a proud of legacy and service and sacrifice. അതായത് അവരെന്താണ്? മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ത്യാഗം ചെയ്യാനും മറ്റുള്ളവരെ സർവീസ് ചെയ്യാനൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അതുകൊണ്ടൊക്കെ തന്നെയാണ് അവരെ എന്തായിട്ട് നമ്മൾ പറയുന്നത്? ഹീറോസ് ആയിട്ട് നമ്മളെന്നും ഓർമ്മിക്കുന്നത്. ദെൻ വാട്ട് സ്പെഷ്യൽ ക്വാളിറ്റീസ് മേക്ക് ദം ഹീറോസ്? എന്തൊക്കെ സ്പെഷ്യൽ ക്വാളിറ്റീസ് ആണ് അവർക്കുള്ളത്? യെസ്, അവരെ ഹീറോസ് ആക്കി മാറ്റുന്നത്. യെസ്, ഫസ്റ്റ് വൺ നമുക്ക് എന്ത് എഴുതാം? കറേജ് അല്ലേ, ധൈര്യം. ദെൻ സെൽഫ്ലെസ്നെസ് ആൻഡ് നോബിൾ ക്വാളിറ്റീസ് മേക്ക് ദം ഹീറോസ്. അതുപോലുള്ള അവരുടെ നോബിൾ ക്വാളിറ്റീസ് ഒക്കെയാണ് അവരെ ഹീറോസ് ആക്കി മാറ്റുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ലെറ്റ്സ് റീഡ് ആൻഡ് എൻജോയ് ദ സ്റ്റോറി അബൌട്ട് എ ലിറ്റിൽ ഹീറോ. ഒരു കുഞ്ഞു ഹീറോയെ കുറിച്ചുള്ള സ്റ്റോറി എൻജോയ് ചെയ്യാമല്ലേ, വായിച്ച് എൻജോയ് ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് സ്റ്റോറി വായിച്ച് നോക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേരെന്താ കൂട്ടുകാരെ? യെസ്, ലിറ്റിൽ ഹാൻഡ്സ് ബിഗ് കറേജ്. എന്താണ്? കുഞ്ഞു കൈകളും വലിയ ധൈര്യവുമല്ലേ. കറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതെ, ധൈര്യം എന്നാണ് അല്ലേ. കറേജ് എന്താണ്?
ധൈര്യം. ഓക്കെ, കറേജ് എന്ന് പറഞ്ഞാൽ ധൈര്യം. ദെൻ ഫൺ ടൈം. ദിൽന ആൻഡ് ഹെർ ലിറ്റിൽ ബ്രദർ ഐസക് were playing in the backyard of their house. ദിൽനയും അവളുടെ അനിയനും അല്ലേ, ലിറ്റിൽ ബ്രദർ എന്ന് പറഞ്ഞാൽ അനിയൻ. യെസ്, ഐസക് ബ്രദറിൻ്റെ പേരെന്താണ്? യെസ്, ഐസക് were playing in the backyard of their house. അവരുടെ വീടിൻ്റെ പുറകു വശന്നിട്ട് അവർ കളിക്കുകയായിരുന്നല്ലേ. ആരൊക്കെയാണ്? ദിൽനയും അവളുടെ അനിയനായ ഐസക്കും. ദിൽന ലുക്ക്ഡ് അപ്പ് അറ്റ് ദി സ്കൈ ആൻഡ് സെഡ്. ദിൽന ആകാശത്തേക്ക് ഇങ്ങനെ നോക്കി, മുകളിലേക്ക് നോക്കി പറയുകയാണല്ലേ. എന്താ കൂട്ടുകാരെ പറഞ്ഞത്? ഐസക്, വി ഷുഡ് ഗോ ഇൻസൈഡ്, ഐ തിങ്ക് ഇറ്റ്സ് ഗോയിങ് ടു റെയിൻ. ഐസക്, നമ്മൾ എന്തായാലും എന്ത് ചെയ്യേണ്ടി വരും? അകത്തേക്ക് പോകേണ്ടി വരും. ഐ തിങ്ക് ഇറ്റ്സ് ഗോയിങ് ടു റെയിൻ, എനിക്ക് തോന്നുന്നത് ഇപ്പം മഴ പെയ്യാൻ പോവുകയാണെന്നാണ്. അപ്പം എന്താ ഐസക് പറയുന്നത്? യെസ്, ലെറ്റ്സ് ഗോ, ശരി നമുക്ക് പോകാമെന്ന് പറയുകയാണല്ലേ. ഐസക് നോഡഡ്. ഐസക് എന്താണ്? തല കുലുക്കി. നോഡഡ് മീൻസ് തല കുലുക്കില്ലേ. യെസ്, നോഡഡ് തല കുലുക്കി. എ ലിറ്റിൽ വറീഡ്. എങ്ങനെയാണ് അവൻ തല കുലുക്കിയത്? കുറച്ച് വിഷമത്തോട് കൂടിയിട്ട് ഐസക് തല കുലുക്കിക്കൊണ്ട് പറയാണ് യെസ്, ലെറ്റ്സ് ഗോ, ശരി നമുക്ക് പോകാമെന്ന് പറയാണ്. ബോത്ത് ഓഫ് ദം ക്വിക്ക്ലി റാൻ ഇൻ ടു ദ ഹൗസ്. രണ്ടുപേരും കൂടി എന്ത് ചെയ്യാണ്? പെട്ടെന്ന് തന്നെ വീടിനകത്തേക്ക് കയറി. ദേ വെന്റ് സ്ട്രൈറ്റ് ടു ദ കിച്ചൺ ആൻഡ് സ്പോട്ടഡ് എ പ്ലേറ്റ് ഓഫ് കുക്കീസ് ഓൺ ദ ടേബിൾ. നമുക്കിവിടെ ചിത്രത്തിൽ കാണാനുണ്ടല്ലോ. അവരെന്താ ചെയ്യുന്നത്? അവർ നേരെ പോണത് എങ്ങോട്ടേക്കാണ്? യെസ്, അടുക്കളയിലേക്കാണല്ലേ. ദെൻ ആൻഡ് സ്പോട്ടഡ് എ പ്ലേറ്റ് ഓഫ് കുക്കീസ് ഓൺ ദ ടേബിൾ. അവരപ്പോൾ ഇവിടെ എന്ത് കണ്ടു? യെസ്, ടേബിളിൽ കുക്കീസ് ഇരിക്കുന്നത് കണ്ടല്ലേ. നോക്കൂ, cookies. Isaac sat with a big smile as he grabbed one. കുക്കീസ് എന്ന് പറഞ്ഞുകൊണ്ട് ഐസക് എന്ത് ചെയ്യാണ്? വിത്ത് എ ബിഗ് സ്മൈൽ ആസ് ഹി ഗ്രാബ്ഡ് വൺ. ചിരിച്ചുകൊണ്ട് അവൻ എന്ത് ചെയ്യാണ്? അതിൽ നിന്ന് ഒന്ന് എടുക്കുകയാണ്. ദിൽന ടു ഗ്രാബ്ഡ് എ കുക്കി. ദിൽനയും ഒരു കുക്കി എടുത്തു. മോം, ഇറ്റ്സ് റെയിനിങ്, ഐസക് ഷൗട്ടഡ്. അപ്പം മോം, ഇറ്റ്സ് റെയിനിങ്, അമ്മേ മഴ പെയ്യാണെന്ന് ഐസക് എന്ത് ചെയ്യാണ്? ഉറക്കെ പറഞ്ഞു. ഷൗട്ടഡ് ഉറക്കെ പറയുന്നതിനാണ് നമ്മൾ ഷൗട്ടഡ് എന്ന് പറയാം. ഓക്കെ, ഉറക്കെ പറയുകയാണ്. ആര്? ഐസക് പറയാണ് മോം, ഇറ്റ്സ് റെയിനിങ്. there was no reply. പക്ഷെ എന്തായിരുന്നു കൂട്ടുകാരെ? അമ്മ എന്തെങ്കിലും മറുപടി പറഞ്ഞോ? യെസ്, there was no reply. ഒരു റിപ്ലൈയും ഉണ്ടായിരുന്നില്ല. നമുക്ക് നൽകിയിരിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. where were the children playing? എവിടെയാണ് കുട്ടികൾ കളിക്കുന്നുണ്ടായിരുന്നത്? എവിടെയായിരുന്നു? യെസ്, അവരുടെ വീടിൻ്റെ പുറകു വശത്താണല്ലേ കളിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, നമുക്ക് ആൻസർ എഴുതാം. യെസ്, ദ ചിൽഡ്രൻ were playing in the backyard of their house. ചിൽഡ്രൻ എവിടെയാണ്? കുട്ടികൾ വീടിൻ്റെ പുറകു വശത്തു നിന്നാണ് കളിച്ചിരുന്നത്. where were the children playing? Yes, the children were playing in the backyard of their house. Then do you like playing in the rain? നിങ്ങൾക്ക് മഴയത്ത് കളിക്കാൻ ഇഷ്ടമാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എല്ലാ കൂട്ടുകാർക്കും മഴയത്ത് കളിക്കാൻ ഇഷ്ടമാണല്ലേ. സോ നിങ്ങൾക്ക് ഇവിടെ എന്ത് എഴുതാം? യെസ് എന്ന് എഴുതാം. ഇനി ഇഷ്ടമല്ലാത്ത കൂട്ടുകാരാണെങ്കിൽ എന്ത് ചെയ്യാം? നോ എന്ന് എഴുതാം. Okay, there was no reply from mother. What may be the reason? അമ്മയുടെ അടുത്ത് നിന്ന് റിപ്ലൈ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്തായിരിക്കും അതിനുള്ള കാരണം എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. കാരണം നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് നമുക്ക് നോക്കാമല്ലേ, സ്റ്റോറി വായിച്ച് നോക്കാം. ടീയേഴ്സ് ഓഫ് ഫിയർ, ഭയത്തിൻ്റെ കണ്ണുനീരല്ലേ. Then they ran to the living room. അവരെന്ത് ചെയ്യാണ്? ലിവിങ് റൂമിലേക്ക് ഓടി. മദർ വാസ് ലേയിങ് ഓൺ ദ ഫ്ലോർ. ഇവിടെ ചിത്രം നോക്കൂ. അമ്മ ഫ്ലോറിൽ ഇങ്ങനെ കിടക്കുകയാണ്. ഫ്ലോർ എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, നിലമല്ലേ. നിലത്ത് അമ്മ കിടക്കുന്നുണ്ട്. നമ്മുടെ അടുത്തായിട്ട് ആരൊക്കെയാണുള്ളത്? യെസ്, ദിൽനയും ഐസക്കും ഉണ്ടല്ലേ. നമുക്ക് നോക്കാം. മോം, ദിൽന കോൾഡ് ലൗഡ്ലി. അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ദിൽന എന്താണ്? വിളിക്കുകയാണല്ലേ. മോം, ദിൽന കോൾഡ് ലൗഡ്ലി. ദിൽന ഉറക്കെ. ലൗഡ്ലി മീൻസ് ഉറക്കെ. കോൾഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിളിച്ചു. ദിൽന ഉറക്കെ മോം എന്ന് വിളിച്ചു. ഷി ഡിഡിൻറ്റ് ആൻസർ. അവൾ ആൻസർ ഒന്നും പറഞ്ഞില്ല. അതായത് അമ്മ ഒന്നും മിണ്ടുന്നില്ല അല്ലേ. വൈ ഈസ് മോം ലേയിങ് ഇൻ ദ ഫ്ലോർ? ഈസ് ഷീ സ്ലീപ്പിംഗ്? ഐസക് ആസ്ക്ഡ് ഹിസ് സിസ്റ്റർ. അപ്പോൾ ഐസക് എന്താണ്? അവൻ്റെ സിസ്റ്ററോട് ചോദിക്കുകയാണല്ലേ, ദിലിനോട് ചോദിക്കുകയാണ്. എന്താണ്? വൈ ഈസ് മോം ലേയിങ് ഓൺ ദ ഫ്ലോർ? എന്തിനാ അമ്മ നിലത്ത് കിടക്കണത്? ഈസ് ഷീ സ്ലീപ്പിംഗ്? അമ്മ ഉറങ്ങുകയാണോ എന്ന് ചോദിക്കുകയാണല്ലേ. ഐസക് ആസ്ക്ഡ് ഹിസ് സിസ്റ്റർ. ഐസക് അവൻ്റെ സിസ്റ്ററിനോട് ചോദിച്ചു. മോം വേക്കപ്പ്, ഹി ക്രൈഡ്. അമ്മ നീക്കു എന്ന് പറഞ്ഞു കണ്ട് അവൻ കരയാൻ തുടങ്ങിയല്ലേ. ഡോണ്ട് വറി ഐസക്, ഷീ വിൽ ബി ഓക്കെ. അപ്പം ദിൽന എന്താ പറയുന്നത്? ഡോണ്ട് വറി ഐസക്, ഷീ വിൽ ബി ഓക്കെ. ദിൽന സാഡ്, ട്രൈങ് ടു കൺസോൾ ഹിം. അപ്പം ദിൽന അവനെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയാണ്, ഡോണ്ട് വറി ഐസക്, നീ വിഷമിക്കേണ്ട ഐസക്, ഷീ വിൽ ബി ഓക്കെ. അമ്മയ്ക്ക് ഓക്കെ ആവും, അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് ദിൽന ബ്രദറിനോട് പറയുകയാണല്ലേ.
ദിൽന റഷ് ടു ഹെർ മദർ സൈഡ് ആൻഡ് ഷുക്ക് ഹെർ ജെൻലി. അപ്പം ദിൽന എന്ത് ചെയ്യാണ്? റഷ് ടു ഹെർ മദേഴ്സ് സൈഡ്, അമ്മയുടെ സൈഡിലേക്ക് അല്ലേ ചെന്ന് ഓടിച്ചെന്നിട്ട് സ്പീഡിൽ ഓടുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? യെസ്, റഷ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കുതിച്ച് പറഞ്ഞിട്ട് അമ്മയുടെ അടുത്ത് ചെന്നിട്ട് എന്ത് ചെയ്യണം അവള്? ഷുക്ക് ഹെർ ജെൻലി, അമ്മയെ പതുക്കെ കുലുക്കുകയാണ് അല്ലേ. ഷെയ്ക്ക് ചെയ്യുക പറഞ്ഞാൽ എന്താണ്? കുലുക്കുക. അപ്പോൾ ഷെയ്ക്കിൻ്റെ പാസ്റ്റ് ഫോമാണ് എന്ത്? യെസ്, ഷുക്ക്. ഷുക്ക് മീൻസ് കുലുക്കി. അവൾ പതുക്കെ അമ്മയെ കുലുക്കി. മോം പ്ലീസ് വേക്ക് അപ്പ്. ഇതിനെന്താ പറയുന്നത്? ദിൽന ബെഗ് ചെയ്തുകൊണ്ട് പറയാനല്ലേ. ദിൽന ബെഗ്ഡ് ബട്ട് ഷി ഡിഡ്ന്റ് മൂവ്. എന്താണ് ദിൽന ഇങ്ങനെ പ്ലീസ് വേക്കപ്പ് മോം എന്ന് പറയാണ് അല്ലേ. ദയവ് ചെയ്ത് നീക്കൂ അമ്മയെന്ന് പറയാണ്. ബട്ട് ഷി ഡിഡ്ന്റ് മൂവ്. പക്ഷെ എന്താണ് അമ്മയ്ക്ക് ഒരു മൂവ്മെൻ്റ് ഉള്ളിലല്ലേ, ഒന്നും തന്നെ ചെയ്യുന്നില്ല. അമ്മ അങ്ങനെ അതേ കിടന്ന് കിടത്തത്തിൽ തന്നെ കിടക്കുകയാണല്ലോ, ഒന്നും ഒരനക്കവും ഇല്ല എന്നാണ് പറയുന്നത്. ദിൽന ട്രൈഡ് എഗെയിൻ ഷേക്കിംഗ് ഹെർ ലിറ്റിൽ ഹാർഡർ ബട്ട് ഷീ സ്റ്റിൽ ഡിഡ്ന്റ് റെസ്പോണ്ട്. അപ്പോൾ ഒന്നുകൂടി ഹാർഡായിട്ട് എന്ത് ചെയ്യാണ്? ദിൽന അമ്മയെ കുലുക്കി നോക്കുകയാണ് അല്ലേ. ബട്ട് ഷീ സ്റ്റിൽ ഡിഡ്ന്റ് റെസ്പോണ്ട്. അപ്പോഴും എന്താണ്? അമ്മ റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഐസക് ഐസ് ഫിൽഡ് വിത്ത് ടിയേഴ്സ്. ഐസക്കിൻ്റെ കണ്ണുകൾ എന്താണ്? കണ്ണുനീർ കൊണ്ട് നിറഞ്ഞു. ടിയേഴ്സ് എന്ന് പറഞ്ഞാൽ കണ്ണുനീരല്ലേ. കണ്ണുനീര് കൊണ്ട് നിറഞ്ഞു. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ആണല്ലേ നൽകിയിട്ടുള്ളത്. വാട്ട് കുഡ് ഹാവ് ഹാപ്പൻ ടു ദ മദർ. അമ്മയ്ക്ക് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? കൂട്ടുകാരെ? ദെൻ വൈ ഡിഡ് ദിൽന ഡു ടു വേക്ക് ഹെർ മദർ. അപ്പം അമ്മയെ നീപ്പിക്കാൻ വേണ്ടിയിട്ട് ദിൽന എന്താണ് ചെയ്തത്? ദെൻ വാട്ട് വിൽ ദിൽന ആൻഡ് ഐസക് ഡു നെക്സ്റ്റ്. ഇനി എന്തായിരിക്കും ദിൽനയും ഐസക്കും ചെയ്യാന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് കുഡ് ഹാവ് ഹാപ്പൻ ടു ദ മദർ. അമ്മയ്ക്ക് എന്താ സംഭവിച്ചത്? മദർ എന്താണ്? ബോധമില്ലാതെ നിലത്ത് കിടക്കുകയാണല്ലേ. അപ്പം നമുക്ക് ആൻസർ എഴുതാം. Their mother fainted and fell down on the floor. Then what did Dilna do to wake her mother up? അമ്മയെ എണീപ്പിക്കാൻ വേണ്ടിയിട്ട് ദിൽന എന്താ ചെയ്തത്? യെസ്, ദിൽന റഷ് ടു ഹെർ മദർ സൈഡ് ആൻഡ് ഷുക്ക് ഹെർ ജെൻലി. അമ്മയുടെ സൈഡിലേക്ക് ഓടി ചെന്നിട്ട് അമ്മയെ എന്ത് ചെയ്യാണ്? ഷുക്ക് ചെയ്യാണല്ലേ, അതായത് ഇങ്ങനെ കുലുക്കി. ദെൻ ബട്ട് ഷീ ഡിഡ്ന്റ് റിമൂവ്. അപ്പോഴും എന്താണ്? അവൾ മൂവ് ചെയ്തില്ല. ബട്ട് ഷീ ഡിഡ്ന്റ് മൂവ്. അവൾ മൂവ് ചെയ്തില്ല. ദിൽന ട്രൈഡ് എഗെയിൻ. അപ്പോൾ വീണ്ടും ദിൽന എന്ത് ചെയ്യാണ്? ശ്രമിക്കുകയാണല്ലേ. ഷേക്കിംഗ് ഹെർ ലിറ്റിൽ ഹാർഡർ. ഒന്നുകൂടി ഹാർഡായിട്ട് ഒന്നുകൂടി ഉറക്കെ ഇങ്ങനെ ഷേക്ക് ചെയ്യാണ്. അപ്പോൾ ഇതൊക്കെയാണ് അമ്മയെ എണീപ്പിക്കാൻ വേണ്ടിയിട്ട് ആര് ചെയ്തത്? യെസ്, ദിൽന ചെയ്തത്. ദെൻ വാട്ട് വിൽ ദിൽന ആൻഡ് ഐസക് ഡു നെക്സ്റ്റ്. ഇനി എന്തായിരിക്കും ദിൽനയും ഐസക്കും ചെയ്തിട്ടുണ്ടാവുക? ഓക്കെ, നമുക്ക് സ്റ്റോറിയുടെ ബാക്കി ഭാഗം വായിച്ചു നോക്കാം. കറേജ്, ധൈര്യമല്ലേ. ദിൽന വാസ് ഓൺലി 8 years old. ദിൽനയ്ക്ക് ആകെ എത്ര വയസ്സേ ഉള്ളൂ എന്നാണ് പറയുന്നത്? 8 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് ആസ് ദ എൽഡർ ചൈൽഡ് ഷി ഹാഡ് ടു ഡു സംതിങ്. പക്ഷെ അവളായിരുന്നല്ലേ മൂത്ത കുട്ടി. അപ്പോൾ അവളാണ് എന്തെങ്കിലും ചെയ്യേണ്ടിയിരുന്നത്. ഷി ഫെൽറ്റ് സ്കെയർഡ് ബട്ട് ഷി ന്യൂ ഷി ഹാഡ് ടു സ്റ്റേ കാം. ഷി ലുക്ക്ഡ് എവരിവെയർ. ഷി ഫെൽറ്റ് സ്കെയർഡ് അല്ലേ. ബട്ട് ഷി ന്യൂ ഷി ഹാഡ് ടു സ്റ്റേ കാം. എന്താണ്? അവൾ ശാന്തമായിട്ട് അങ്ങനെ നിൽക്കുകയാണല്ലേ. ദെൻ ഷീ ലുക്ക്ഡ് എവരിവെയർ. അവൾ എല്ലായിടത്തേക്കും നോക്കി. സഡൻലി ദിൽന റിമെമ്പേർഡ് ദ ഗെയിം ഷീ യൂസ് ടു പ്ലേ വിത്ത് ഹെർ ഗ്രാൻഡ് മദർ. പെട്ടെന്നാണ് അവൾക്ക് എന്ത് ഓർമ്മ വന്നത്? അവളും അവളുടെ ഗ്രാൻഡ്മയും കൂടി കളിക്കാറുള്ള ഗെയിം ഓർമ്മ വന്നത്. ഷീ റിമെമ്പേർഡ് ഹെർ ഗ്രാൻഡ് മദർ ആസ്കിങ് ടു കോൾ 101 ഇൻ ടൈംസ് ഓഫ് എമർജൻസി. എമർജൻസി സമയത്ത് ആരെ വിളിക്കാൻ വേണ്ടിയിട്ടാണ് പറയാറ്? ഗ്രാൻഡ്മ ആരെ വിളിക്കാറുള്ളത്? 101ലേക്കാണ് വിളിക്കാനുള്ളത് അല്ലേ. വാട്ട്സ് യുവർ നെയിം? വേർ ഡു യു ലിവ്? Dilna realized this wasn't game anymore. She knew what she had to do. അപ്പോൾ എന്തൊക്കെയാണ്? വാട്ട്സ് യുവർ നെയിം? നിങ്ങളുടെ പേരെന്താണ്? വേർ ഡു യു ലിവ്? നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്? ദിൽന റിയലൈസ്ഡ് ദിസ് വാസ് ഇൻ ഗെയിം എനിമോർ. അപ്പം മുത്തശ്ശിയും അവളും കൂടി എന്താണ് ഇങ്ങനെ 101ലേക്ക് വിളിച്ചിട്ട് പറഞ്ഞ് കളിക്കാറുണ്ടല്ലോ. എന്തൊക്കെയാണ് അപ്പോൾ ചോദിക്കാറ്? വാട്ട്സ് യുവർ നെയിം? നിങ്ങളുടെ പേരെന്താണ്? അതുപോലെ തന്നെ വേർ ഡു യു ലിവ്? നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്? ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവർ കളിക്കാറുണ്ട്. അപ്പോൾ അവൾക്കത് ഓർമ്മ വരികയാണ്. ഓക്കെ, നോക്കൂ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഇതിൽ വാട്ട് ഡിഡ് ദിൽന സ്റ്റേ കാം? എന്തുകൊണ്ടാണ് ദിൽന കാമായിട്ട് അങ്ങനെ ശാന്തമായിട്ട് നിന്നത്? എന്തുകൊണ്ടാണ്? യെസ്, ഷീ സ്റ്റേഡ് കാം ബിക്കോസ് ഷീ ന്യൂ വാട്ട് ഷീ ഹാഡ് ടു ഡു ഡ്യൂറിങ് എമർജൻസി. അവൾ അങ്ങനെ കാമായിട്ട് നിൽക്കാനുള്ള കാരണം എന്താണ്? അവൾക്ക് ഒരു എമർജൻസി സമയത്ത് എന്താണ് ചെയ്യേണ്ടതെന്ന് അവൾക്ക് അറിയാമായിരുന്നല്ലേ. ഷീ സ്റ്റേഡ് കാം ബിക്കോസ് ഷീ ന്യൂ വാട്ട് ഷീ ഹാഡ് ടു ഡ്യൂറിങ് എമർജൻസി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്?
വാട്ട് വാസ് ദ ഗെയിം ദാറ്റ് ദിൽന യൂസ് ടു പ്ലേ വിത്ത് ഹെർ ഗ്രാൻഡ് മദർ. അവളുടെ ഗ്രാൻഡ് മദറുമായിട്ട് പതിവായിട്ട് കളിക്കുന്ന ഗെയിം എന്തായിരുന്നു, എന്ത് ഗെയിമായിരുന്നു എന്നാണല്ലേ ചോദിക്കുന്നത്. ദെൻ വാട്ട് ഡു യു തിങ്ക് ദിൽന ഈസ് ഗോയിങ് ടു ഡു. ഇനി നിങ്ങൾ വിചാരിക്കുന്നുണ്ട് എന്താണ് ദിൽന ചെയ്യാൻ പോകുന്നത്, നിങ്ങൾക്ക് തോന്നുന്നത് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് വാസ് ദ ഗെയിം ദാറ്റ് ദിൽന യൂസ് ടു പ്ലേ വിത്ത് ഹെർ ഗ്രാൻഡ് മദർ. ദിൽന അവളുടെ ഗ്രാൻഡ് മദറിനോടൊപ്പം കളിക്കാറുണ്ടായിരുന്ന ഗെയിം എന്താണെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. എന്ത് ഗെയിമാണത്? യെസ്, എന്തായിരുന്നു ആ ഗെയിം? യെസ്, ഹെർ ഗ്രാൻഡ് മദർ ആസ്കിങ് ടു കോൾ 101 ടൈംസ് ഓഫ് എമർജൻസി. ദെൻ വാട്ട് ഡു യു തിങ്ക് ദിൽന ഈസ് ഗോയിങ് ടു ഡു. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, ദിൽന എന്തായിരിക്കും ചെയ്യുക? ദിൽന എന്ത് ചെയ്യും? ഹെൽപ്പിന് വേണ്ടിയിട്ട് 101ലേക്ക് വിളിക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ നമുക്ക് ആൻസർ എഴുതാം. ദിൽന ഈസ് ഗോയിങ് ടു കോൾ ദ എമർജൻസി ഹെൽപ്പ് ലൈൻ നമ്പർ 101 ടു സീക്ക് ദ ഹെൽപ്പ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാം. ദ കോൾ ഫോർ ഹെൽപ്പ്, സഹായത്തിന് വേണ്ടിയുള്ള കോൾ അല്ലേ. ഓക്കെ, ഷീ റാൻ ടു ദ ഫോൺ ആൻഡ് ഡയൽ 101 ദ ഹെൽപ്പ് ലൈൻ നമ്പർ. then എന്ത് ചെയ്യണം അവള്? ഫോണിനടുത്തേക്ക് ഓടി ചെന്നിട്ട് ഡയൽ ചെയ്യുകയാണല്ലേ 101 ദ ഹെൽപ്പ് ലൈൻ നമ്പർ. 101 എന്ന ഹെൽപ്പ് ലൈൻ നമ്പർ എന്ത് ചെയ്യാണ്? വിളിക്കുകയാണ് അല്ലേ, 101ലേക്ക് വിളിക്കുകയാണ്. ഷി റാൻ ടു ദ ഫോൺ ആൻഡ് ഡയൽ 101 ദ ഹെൽപ്പ് ലൈൻ നമ്പർ. അപ്പം 101 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക് അവൾ വിളിക്കുകയാണ് അല്ലേ. ഹെർ ഹാൻഡ്സ് വോർ ഷേക്കിംഗ്, അവളുടെ കൈകളൊക്കെ എന്താണ് ഷെയ്ക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, വിറയ്ക്കുന്നുണ്ടായിരുന്നു. ലേഡീസ് വോയിസ് കെയിംസ് ഓൺ ദ ലൈൻ. അപ്പം ലൈനിൽ ആരാണ്? ഒരു സ്ത്രീയുടെ വോയിസ് കേട്ടല്ലേ. 101 വേർഡ്സ് യുവർ എമർജൻസി. 101 എന്താണ് നിങ്ങളുടെ എമർജൻസി എന്ന് ചോദിക്കുകയാണല്ലേ ശ്രീ. ദിൽന ടുക്ക് എ ഡീപ് ബ്രത്ത്. അപ്പം എന്താണ് ദിൽന? ഒരു ഡീപ് ബ്രത്ത് ചെയ്യണല്ലേ. ഹലോ മൈ നെയിം ഈസ് ദിൽന. അപ്പം പറയണം, അവൾക്കാകെ പേടിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവൾ പറയാണ് ഹലോ മൈ നെയിം ഈസ് ദിൽന, എൻ്റെ പേര് ദിൽന എന്നാണ്. മൈ മം ഈസ് ലൈങ് സ്റ്റിൽ ഓൺ ദ ഫ്ലോർ. എൻ്റെ അമ്മ അപ്പോൾ എന്താണ് നിലത്ത് വീണ് കിടക്കുകയാണ്. ബട്ട് ഐ കാൺ വേക്ക് ഹെർ അപ്പ്. എനിക്ക് അവരെ എഴുന്നേൽപ്പിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയാണ്. ദ ലേഡി ആസ്ക്ഡ്. അപ്പോൾ സ്ത്രീ ചോദിച്ചു വേർ ഇസ് യുവർ ഫാദർ, നിങ്ങളുടെ ഫാദർ എവിടെയാണെന്ന് ചോദിക്കുകയാണല്ലേ. ദിൽന റിപ്ലൈഡ് ഹി ഈസ് വർക്കിംഗ് എബ്രോഡ്. അപ്പോൾ ദിൽന റിപ്ലൈ പറയാണ് അദ്ദേഹം എബ്രോഡ്, അതായത് വിദേശത്ത് വർക്ക് ചെയ്യുകയാണെന്ന് പറയാണ്. ഓക്കെ ദിൽന, യു ആർ ഡൂയിങ് എ ഗ്രേറ്റ് ജോബ്, ക്യാൻ യു ടെൽ മീ യുവർ അഡ്രസ്. അപ്പം സ്ത്രീ എന്താ പറയുന്നത്? ഓക്കെ ദിൽന, യു ആർ ഡൂയിങ് എ ഗ്രേറ്റ് ജോബ്, ക്യാൻ യു ടെൽ മീ യുവർ അഡ്രസ്. നിനക്ക് നിങ്ങളുടെ അഡ്രസ്സ് പറഞ്ഞു തരാൻ കഴിയുമോ എന്ന് ചോദിക്കുകയാണല്ലേ. ദ ലേഡി സ്പോക്ക് സോഫ്റ്റ്ലി ബട്ട് സീരിയസ്ലി. ലേഡി എങ്ങനെയാണ് സംസാരിച്ചത്? വളരെ സോഫ്റ്റ് ആയിട്ടല്ലേ, അതായത് വളരെ കൂളായിട്ട്, അതുപോലെ തന്നെ ബട്ട് സീരിയസ്ലി, ഒരു സീരിയസ് ആയിട്ടും സംസാരിക്കുകയാണ് അല്ലേ. ദിൽന റിമെമ്പർ ടു സ്പീക്ക് ലൗഡ്ലി ആൻഡ് ക്ലിയർലി. അപ്പോൾ ദിൽന എന്താണ് ഓർമ്മിച്ചല്ലേ, അവൾ കളിക്കുമ്പോൾ ഗെയിം കളിക്കുമ്പോൾ ഉള്ള കാര്യങ്ങൾ ഓർമ്മിക്കുകയാണ്. ടു സ്പീക്ക് ലൗഡ്ലി ആൻഡ് ക്ലിയർലി. ഇങ്ങനെയാണ് അവൾ സംസാരിച്ചത്. വളരെ ഉറക്കെയും ക്ലിയർ ആയിട്ടും സംസാരിക്കാൻ ശ്രമിക്കുകയാണ് അല്ലേ. ജസ്റ്റ് ലൈക്ക് ഹെർ ഗ്രാൻഡ് മദർ ഹാഡ് ടോട്ട് ഹെർ. അവളുടെ മുത്തശ്ശി പഠിപ്പിച്ചതുപോലെ അതായത് ഉറക്കെയും ക്ലിയർ ആയിട്ടും സംസാരിക്കുകയാണ്. ഐ ലീവ് അറ്റ് 1203 രാംനഗർ സ്ട്രീറ്റ് ഇൻ ചെറുവാപ്പടി. ഓക്കെ, അപ്പോൾ അവിടെയാണ് താമസിക്കുന്ന അവളുടെ അഡ്രസ്സ് പറഞ്ഞു കൊടുക്കുകയാണ് അല്ലേ. ഓക്കെ ദെൻ താങ്ക് യു ദിൽന, ഐ വിൽ ഹെൽപ്പ് യു. താങ്ക് യു ദിൽന, ഞാൻ നിങ്ങളെ സഹായിക്കാമെന്ന് പറയാണ്. ദ ലേഡി സെഡ്, ആ ലേഡി പറഞ്ഞു സ്റ്റേ ഓൺ ദ ഫോൺ വിത്ത് അണ്ടിൽ ദ ഫയർമാൻ ഗെറ്റ് ദർ. ഓക്കെ ദിൽന അഗ്രീഡ്. അപ്പം എന്താ സ്ത്രീ പറയുന്നത്? സ്റ്റേ ഓൺ ദ ഫോൺ വിത്ത് മീ അണ്ടിൽ ദ ഫയർമാൻ ഗെറ്റ് ഹെർ. ആ ഫയർമാൻ അവിടെ വരുന്ന വരെ നിങ്ങൾ എന്ത് ചെയ്യണം? നീ എന്ത് ചെയ്യണം? ഈ ഫോണിൽ തന്നെ കോൾ ചെയ്തുകൊണ്ട് സ്റ്റേ ചെയ്യണം, അവിടെ നിൽക്കണം എന്ന് പറയാണ്. ദിൽന എഗ്രി, ദിൽന സമ്മതിച്ചു. ഹൂം ഡിഡ് ദിൽന കോൾ ഫോർ ഹെൽപ്പ്, വാട്ട് ഡിഡ് ദ ലേഡീസ് സേ. ആരെയാണ് ദിൽന ഹെൽപ്പിന് വേണ്ടി വിളിച്ചത്? വാട്ട് ഡിഡ് ദ ലേഡീസ് സേ, ലേഡി എന്താണ് പറഞ്ഞത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതാണല്ലേ. ഓക്കെ, നമുക്ക് നോക്കാം. ദിൽന ആരെയാണ് ഹെൽപ്പിന് വേണ്ടി വിളിച്ചത്? യെസ്, എമർജൻസി നമ്പറാണല്ലേ, അതായത് എമർജൻസി ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക് വിളിക്കുക ചെയ്തത് അല്ലേ. ഷീ കോൾ ദ എമർജൻസി ഹെൽപ്പ് ലൈൻ നമ്പർ 101 ഓഫ് ഫയർ സ്റ്റേഷൻ. ദെൻ ദ ലേഡി ആസ്ക്ഡ് ദിൽനാസ് അഡ്രസ് ആൻഡ് സ്പോക്ക് സോഫ്റ്റ്ലി ബട്ട് സീരിയസ്ലി. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വാട്ട് ഡിഡ് ദ ലേഡി സേ, എന്താണ് ആ ലേഡി പറഞ്ഞതെന്നില്ല. അപ്പോൾ എന്താണ് ലേഡി പറഞ്ഞത്? ദ ലേഡി ആസ്ക്ഡ് ദിൽനാസ് അഡ്രസ്
ആൻഡ് സ്പോക്ക് സോഫ്റ്റ്ലി ബട്ട് സീരിയസ്ലി. ലേഡി അവരുടെ ദിൽനയുടെ അഡ്രസ്സ് ചോദിച്ചു. പിന്നെ തന്നെ എങ്ങനെയാണ് അവർ സംസാരിച്ചത്? സോഫ്റ്റ്ലി ബട്ട് സീരിയസ്ലി, എന്നാൽ സീരിയസോടും കൂടിയിട്ട് സംസാരിച്ചല്ലേ. ഓക്കെ, ദെൻ ഇഫ് യു വർ ദിൽന വാട്ട് വുഡ് യു ഡു? നിങ്ങളാണ് ദിൽന എങ്കിൽ നിങ്ങൾ എന്താ ചെയ്യാന്നാണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങളാണ് ദിൽനയുടെ സ്ഥാനത്ത് വെച്ച് നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക? നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക? യെസ്, ഇഫ് ഐ വർ ദിൽന ഐ വിൽ ഫസ്റ്റ് സീക്ക് ഹെൽപ്പ് ഫോർ ദ നെയ്ബേഴ്സ്, ദെൻ ഐ വിൽ ഇമ്മീഡിയറ്റ്ലി കോൾ ടു ദ ഹെൽപ്പ് ലൈൻ നമ്പർ. നിങ്ങളൊക്കെ എന്തായാലും ചെയ്യുക? ഫസ്റ്റ് എന്ത് ചെയ്യുക? നെയ്ബേഴ്സിന്, അയൽവാസികളെ ഹെൽപ്പിന് വേണ്ടിയിട്ട് വിളിക്കുക അല്ലേ. ദെൻ ഐ വിൽ ഇമ്മീഡിയറ്റ്ലി കോൾ ടു ദ ഹെൽപ്പ് ലൈൻ നമ്പർ. ദെൻ എന്ത് ചെയ്യും? ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക് ഇമ്മീഡിയറ്റ്ലി അത് പെട്ടെന്ന് തന്നെ വിളിക്കും. നിങ്ങൾ എന്താണോ ചെയ്യുക അതിവിടെ എഴുതുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം നമുക്ക്. റിലീഫ് അല്ലേ, റിലീഫ്. ദിൽന ഹേർഡ് സൈറൺ ഓഫ് അപ്രോച്ചിങ് ഫയർ എഞ്ചിൻ. അപ്പോൾ ദിൽന എന്താണ്? ഫയർ എഞ്ചിൻ അപ്രോച്ച് ചെയ്യുന്നതിൻ്റെ വരുന്നതിൻ്റെ സൈറൺ അവൾ, ഫയർ എഞ്ചിൻ വരുന്നതിൻ്റെ സൈറൺ അവൾ കേട്ടു. സൂൺ ദർ വാസ് എ നോക്ക് അറ്റ് ദ ഡോർ. ഉടനെ തന്നെ എന്താണ്? ഡോറിലൊരു നോക്കല്ല, ഒരു മുട്ട് കേട്ടു. അതായത് ഇങ്ങനെ വാതിൽ വന്ന് മുട്ടുന്ന സൗണ്ട് കേട്ടു. ദ ലേഡി ഓൺ ദ ഫോർത്ത് സൈഡ്. ഫോണിലുണ്ടായിരുന്ന ലേഡി പറഞ്ഞു, ദിൽന ഇറ്റ്സ് സേഫ് ടു ഓപ്പൺ ദ ഡോർ നൗ. ഇപ്പോൾ നിങ്ങൾക്ക് സേഫാണ്, നിങ്ങൾ ഡോർ ഓപ്പൺ ചെയ്തോളൂ എന്ന് പറയാണ് അല്ലേ. ദ ഫയർമാൻ ആർ ദർ. അവിടെ ഫയർമാൻസ് വന്നിട്ടുണ്ട് എന്ന് പറയാണ്. ഷീ റാൻ ടു ദ ഡോർ ആൻഡ് ഓപ്പൺ ഇറ്റ്. അവൾ എന്ത് ചെയ്യണം? അവിടെ ഓടിച്ചെന്നിട്ട് ഡോറ് ഓപ്പൺ ചെയ്തു. 2 ഫയർമെൻ റഷ്ഡ് ഇൻ. അപ്പോൾ 2 ഫയർമാൻമാരെ എന്ത് ചെയ്യാണ്? വീട്ടിലേക്ക് അകത്തേക്ക് കുതിച്ച് സ്പീഡിൽ വരികയാണ്. ദിൽന ലെഡ് ദം ടു ദ ലിവിംഗ് റൂം. ദിൽന അവരെ എന്ത് ചെയ്തു? ലിവിംഗ് റൂമിലേക്ക് ലെഡ് ചെയ്തു, അതായത് അവരെ കൊണ്ടുപോവുകയാണ് അല്ലേ. ഹെർ മോം വാസ് സ്റ്റിൽ ലൈയിങ് ഓൺ ദ ഫ്ലോർ. അപ്പോഴും എന്താണ്? അവരുടെ അമ്മ എന്ത് ചെയ്യാണ്? നിലത്ത് കിടക്കുകയാണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഹൂ കെയിം ടു ഹെൽപ്പ് ദിൽന ആൻഡ് ഐസക്? ദിൽനയെയും ഐസക്കിനെയും ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടി ആരാണ് അവിടേക്ക് വന്നത് എന്നാണ് ചോദിച്ചത്. ആരാണ് വന്നിട്ടുള്ളത്? ഫയർമാൻ ആണ് അല്ലേ, ഫയർമാൻമാരാണ്. അപ്പം എന്താണ് ആൻസർ? എന്താണ്? ഇത് നെക്സ്റ്റ് നോക്കാം. ടൈംലി ഹെൽപ്പ്. സമയത്ത് ടൈംലി ഹെൽപ്പ് അല്ലേ, അതായത് യഥാർത്ഥ സമയത്തുള്ള സഹായം. ദ ഫയർമാൻ ചെക്ക്ഡ് ഹെർ മദർ ആൻഡ് ഗേവ് ഹെർ ഫസ്റ്റ് എയ്ഡ്. എന്താണ്? ഫയർമാൻ എന്ത് ചെയ്യാണ്? ഫയർമാൻമാർ അവളുടെ മദറിനെ ചെക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാണ്? ഫസ്റ്റ് എയ്ഡ് കൊടുക്കുകയാണ് അല്ലേ. സ്ലോലി ഷീ ഓപ്പൺ ഹെർ ഹൈ. സാവധാനം അവർ എന്ത് ചെയ്യാണ്? അവരുടെ കണ്ണുകൾ തുറന്നു. ദെൻ ദേ ഗാവ് ഹെർ സം വാട്ടർ ടു ഹെൽപ്പ് ഹെർ ഫീൽ ബെറ്റർ. അവരെ ഒന്നുകൂടി ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്? കുറച്ച് വെള്ളവും കൊടുത്തു അല്ലേ. മാം ഐസക് ഷൗട്ടഡ് വിത്ത് ജോയ്. അപ്പോൾ ഐസക് എന്താണ്? മാം എന്ന് വിളിച്ചുകൊണ്ട് ഉറക്കെ പറയാണ് അല്ലേ. സന്തോഷം കൊണ്ട് അവനെ ഉറക്കെ അമ്മയെ വിളിക്കുകയാണ്. മോം ദിസ് പീപ്പിൾ ഹെൽപ്ഡ് അസ്, ദിൽന സെഡ്. അപ്പം അമ്മേ ഇവരാണ് നമ്മളെ സഹായിച്ചതെന്ന് ആര് പറയാണ്? ദിൽന പറഞ്ഞു. താങ്ക് യു ദ മദർ സാഡ് സോഫ്റ്റ്ലി സ്മൈലിംഗ് അറ്റ് ദ ഫയർമാൻ. അപ്പോൾ ഫയർമാൻ അവരോട് എന്ത് ചെയ്യാണ്? മദർ കുറച്ച് പുഞ്ചിരിച്ചുകൊണ്ട് വളരെ മൃദുവായിട്ട് താങ്ക് യു എന്ന് പറയണല്ലേ. വൺ ഓഫ് ദ ഫയർമാൻ സാഡ് ടു ദ മദർ. അപ്പോൾ ഫയർമാൻമാരിൽ ഒരാൾ പറയാണ് അമ്മയോട്, യുവർ ഡോട്ടർ ഡിഡ് എ ഗ്രേറ്റ് ജോബ്. നിങ്ങളുടെ മകള് വളരെ ഗ്രേറ്റ് ജോബ്, വളരെ ഒരു നല്ലൊരു കാര്യമാണ് ചെയ്തതെന്ന് പറയാണ്. ഷീ ഈസ് എ ഹീറോ. അവളൊരു ഹീറോ ആണെന്ന് പറയാണ് അല്ലേ. ഷീ ഈസ് എ ഹീറോ. ദിൽന ഫെൽറ്റ് ഹാപ്പി. അപ്പോൾ ദിൽനയ്ക്ക് എന്താണ്? ഇതൊക്കെ കേട്ടോക്കുമ്പോൾ എന്താണ്? സന്തോഷം തോന്നിയല്ലേ. ആക്ച്വലി ഐ വാസ് സ്കെയർഡ്, ദിൽന അഡ്മിറ്റഡ്. അപ്പോൾ ദിൽന പറയാണ് ശരിക്കും എനിക്ക് എന്താണ്? ഭയം തോന്നി. ഐ ജസ്റ്റ് ഡിഡ് വാട്ട് ഐ ഹാഡ് ടു ഡു. ജസ്റ്റ് ഡിഡ്. എനിക്ക് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്തു എന്ന് പറയാണ്. ദ ഫയർമാൻ സ്മൈൽഡ് ആൻഡ് പാറ്റഡ് ഹെർ. അപ്പോൾ ഫയർമാൻ എന്താണ്? ഒരു ഫയർമാൻ അവളെ എന്ത് ചെയ്യാണ്? പറഞ്ഞ ഫയർമാനെ അവളെ പുഞ്ചിരിച്ചു കൊണ്ടിങ്ങനെ പാറ്റ് ചെയ്യാണ്. പാറ്റഡ് മീൻസ് തഴുകില്ലേ, തലോടില്ലേ, അതിനാണ് പറയുന്നത്. അവളെങ്ങനെ ഒന്ന് തലോടിച്ചത് നോക്കൂ. യെസ്, ഇതുപോലെ ഒന്നിങ്ങനെ തലോടിയല്ലേ, തലോടുക. ഓക്കെ, പാറ്റഡ് മീൻസ് തലോടി. ദെൻ വാട്ട് ഡിഡ് ദ ഫയർമാൻ ഡു ടു വേക്ക് ദെയർ മദർ? അപ്പം അമ്മയെ നീപ്പിക്കാൻ വേണ്ടിയിട്ട് ഫയർമാൻ എന്താണ് ചെയ്തത്? യെസ്, ദ ഫയർമാൻ ചെക്ക്ഡ് ദ മദർ ആൻഡ് ഗേവ് ഹെർ ഫസ്റ്റ് എയ്ഡ്. ഫയർമാൻ എന്താണ്? അമ്മയെ പരിശോധിച്ചിട്ട് എന്ത് ചെയ്തു? ഫസ്റ്റ് എയ്ഡ് കൊടുത്തു അല്ലേ. ദെൻ വൈ ഡിഡ് ദ ഫയർമാൻ സ്റ്റേ ദ ദിൽന വാസ് എ ഹീറോ? എന്തുകൊണ്ടാണ് ഫയർമാൻ ദിൽനയോട് അങ്ങനെ പറയാനുള്ള കാരണം? ദിൽന ഒരു ഹീറോ ആയിരുന്നു എന്ന് പറയാനുള്ള കാരണം എന്താണെന്നാണ് ചോദിച്ചത്. വൈ ഡിഡ് ദ ഫയർമാൻ സേ ദാറ്റ് ദിൽന വാസ് എ ഹീറോ? ദിൽന ഒരു ഹീറോ ആയിരുന്നുവെന്ന് ഫയർമാൻ പറയാനുള്ള കാരണം എന്താണ്?
എന്തായിരുന്നു അങ്ങനെ പറയാനുള്ള കാരണം? യെസ്, ബിക്കോസ് ദിൽന കോൾ ടു 101 നമ്പർ നോട്ട് ബീയിങ് പാനിക് ഷീ കൺവേഡ് ദ പ്രോബ്ലം ടു ദം ആൻഡ് സീക്ക് ഹെൽപ്പ്. എന്താണ്? ദിൽന എന്ത് ചെയ്യാണ്? 101ലേക്ക് 101ലേക്ക് വിളിച്ച് എന്ത് ചെയ്യാണ്? പാനിക് ആവാണ്ട്, അവൾ പരിഭ്രാന്തി പാനിക് ആവാണ്ട് എന്ത് ചെയ്യാണ്? ഷീ കൺവേഡ് ദ പ്രോബ്ലം ടു ദ സീക്ക് ഹെൽപ്പ്. അവർക്ക് ആ പ്രോബ്ലം കൺവേ ചെയ്തിട്ട് ആ ഹെൽപ്പ് അവരുമായിട്ട് എന്ത് ചെയ്യാണ്? അവരിൽ നിന്ന് സഹായം തേടുകയാണ് അല്ലേ. അപ്പോൾ വൈ ഡിഡ് ദ ഫയർമാൻ സേ ദാറ്റ് ദിൽന വാസ് എ ഹീറോ? ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം. അവാർഡ് ഫോർ ബ്രേവറി, ധീരതയ്ക്കുള്ള അവാർഡ് അല്ലേ. ആഫ്റ്റർ എ ഫ്യൂ ഡേയ്സ്, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ദ ഫയർമാൻ ഇൻവൈറ്റഡ് ദിൽന ടു ദ ഫയർ സ്റ്റേഷൻ. അപ്പോൾ ഫയർ സ്റ്റേഷനിലേക്ക് ഫയർമാൻ അവളെ ഇൻവൈറ്റ് ചെയ്യാണ്, ക്ഷണിക്കുകയാണ്. ദേ ഗാവ് ഹെർ ആൻ അവാർഡ്. അപ്പോൾ അവൾക്കൊരു അവാർഡ് കൊടുത്തല്ലേ. ഷി ഡിഡ്ന്റ് റിയലി ഫീൽ ലൈക്ക് എ ഹീറോ. അപ്പോൾ അവളെന്താണ്? അവൾക്കൊരു ഹീറോയെ പോലെ ഒന്നും തോന്നിയിട്ടില്ലല്ലേ. ഷി വാസ് ഗ്ലാഡ് ദാറ്റ് ഹെർ മദർ വാസ് സേഫ്. അവളുടെ അമ്മ സേഫ് ആയതുകൊണ്ട് അവൾ വളരെയധികം സന്തോഷത്തിലായിരുന്നു. ആസ് ദ ലെഫ്റ്റ് ദ ഫയർ സ്റ്റേഷൻ ദിൽന ടേൺ ടു ദ ഐസക് ആൻഡ് സാഡ്. അപ്പം ഫയർ സ്റ്റേഷനിൽ എത്തി നോക്കുമ്പോൾ ദിൽന എന്താണ്? ഐസക്കിൻ്റെ അടുത്തേക്ക് നിന്നോട് പറയുകയാണ്, യു നോ ഇൻ ആൻ എമർജൻസി ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് നോ വാട്ട് ടു ഡു. നിനക്കറിയാം ഒരു എമർജൻസി സമയത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന്. ഐ വിൽ ടീച്ച് യു, ഞാൻ നിനക്കത് പഠിപ്പിച്ച് തരാമെന്ന് പറയുകയാണല്ലേ. ജസ്റ്റ് ലൈക്ക് ഗ്രാൻഡ് മദർ ടോട്ട് മീ, ഗ്രാൻഡ് മദർ എന്നെ പഠിപ്പിച്ചതുപോലെ ഞാൻ നിനക്ക് പഠിപ്പിച്ച് തരാമെന്ന് ദിൽന ആരോട് പറയാണ്? യെസ്, ഐസക്കിനോട് പറയാണ്. ഐസക് ലുക്ക്ഡ് അപ്പ് അറ്റ് ഹിസ് സിസ്റ്റർ ആൻഡ് സ്മൈൽഡ്. അപ്പോൾ ഐസക് എന്താണ്? അവൻ്റെ സിസ്റ്ററിനെ നോക്കി പുഞ്ചിരിച്ചു. താങ്ക്സ് ദിൽന, യു ആർ ദ ബെസ്റ്റ്. അപ്പോൾ താങ്ക്സ് ദിൽന ചേച്ചിയോട് പറയുകയാണല്ലേ. താങ്ക്സ് ദിൽന, യു ആർ ദ ബെസ്റ്റ്, നീയാണ് ബെസ്റ്റ് എന്ന് ദിൽനയോട് ആര് പറയാണ്? യെസ്, ഐസക് പറയാണ്. ഇത് നെക്സ്റ്റ് കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കൂ. വൈ ഡിഡ് ദ ഫയർമാൻ ഇൻവൈറ്റ് ദിൽന ടു ദ ഫയർ സ്റ്റേഷൻ? ഫയർ സ്റ്റേഷനിലേക്ക് ദിൽനയെ ഫയർമാൻ ഇൻവൈറ്റ് ചെയ്തത് എന്തിനാണ്? എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അവൾക്ക് അവാർഡ് കൊടുക്കാനല്ലേ. അപ്പോൾ നമുക്ക് ആൻസർ എഴുതാം. ടു ഗേവ് ഹെർ അവാർഡ്, ടു ഗേവ് ഹെർ എ അവാർഡ്, ടു ഗേവ് ഹെർ എ റിവാർഡ്. ഓക്കെ, ടു ഗേവ് ഹെർ എ റിവാർഡ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം. വൈ ഡിഡ്ന്റ് ദിൽന കൺസിഡർ ഹെർസെൽഫ് ആസ് എ ഹീറോ? എന്തുകൊണ്ടാണ് അവളെ ഒരു ഹീറോ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്? എന്തുകൊണ്ടാണ്? ബിക്കോസ് ഷി വാസ് ഗ്ലാഡ് ദാറ്റ് ഹെർ മദർ വാസ് സേഫ്. അവളുടെ മദർ സേഫ് ആയതുകൊണ്ടാണ് അല്ലേ. അവൾക്ക് ആ സന്തോഷമാണ് ഉണ്ടായിരുന്നത്. വാട്ട് ലെസൺ ഡിഡ് യു ലേൺ ഫ്രം ദ സ്റ്റോറി? നിങ്ങൾക്ക് ഈ സ്റ്റോറിയിൽ നിന്ന് എന്ത് ലെസണാണ് പഠിക്കുന്നത്? എന്ത് പാഠമാണ് പഠിക്കാൻ കഴിഞ്ഞത്? എന്താണ്? യെസ്, ഡോണ്ട് ബി പാനിക് ആൻഡ് ദ എമർജൻസി സിറ്റുവേഷൻ. എമർജൻസി സിറ്റുവേഷനിൽ നമ്മൾ എന്താവരുത്? പാനിക് ആവരുത്. സ്റ്റേ കാം ആൻഡ് കോൾ ഫോർ ഹെൽപ്പ് ആൻഡ് ആക്ട് വൈസ്ലി. നമ്മൾ എന്ത് ചെയ്യണം? കാമായിട്ട് നിന്നിട്ട് ആരെ വിളിക്കണം? യെസ്, വളരെ ബുദ്ധിപൂർവ്വം ഹെൽപ്പിന് വേണ്ടിയിട്ട് ആരെങ്കിലും വിളിക്കണം. അപ്പോൾ ഈ ഒരു ലെസൺ ആണല്ലേ നമുക്കിതിൽ നിന്ന് ഒരു പാഠമാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് പഠിക്കാൻ കഴിയുന്നത് അല്ലേ. കൂട്ടുകാരെ, നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ മലയാളം എക്സ്പ്ലനേഷനും അതുപോലെ തന്നെ അതിലെ ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ ഇവിടെ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.